ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഒരു ആഗ്രഹം? വി ഡി സതീശനെ പോലെ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോൾ മന്ത്രിമാരായി ഏത് തരത്തിലുള്ള ആളുകൾ എത്തണം? മന്ത്രിമാരായിട്ട് ഇപ്പോ നമ്മുടെ CPI ഉറപ്പായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷംസുദ്ദീനായിരിക്കും മണ്ണാർക്കാട് വിദ്യാഭ്യാസ മന്ത്രി, ഷാജിക്കായിരിക്കും പൊതുമരാമത്ത്, കുഞ്ഞാലിക്കുട്ടി വ്യവസായമായിരിക്കും. KK നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കാൻ വേണ്ടിയാണ്. അവരൊക്കെ രണ്ടാമത്തെ തവണയാണ് ജയിക്കുന്നത്. പിന്നെ സതീശനോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറക്കണം, ചുരുങ്ങിയ 10 കാര്യം കുറക്കണം. അതുപോലെ ഈ കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് പേടിയാവുക പൊതുപ്പണം ദൂർത്തടിച്ചായിട്ട്. പൊതുപ്പണം നാട്ടുകാരുടെ പണമെന്നും അത് ചെലവഴിക്കുമ്പോൾ കൃത്യമായി സുതാര്യമായി ചെലവഴിക്കാം. നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കാൻ പാടില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മിഷൻ സംവിധാനം മാറ്റിയിട്ട് പണ്ട് കാലത്ത് നടക്കുന്ന പരസ്യമായിട്ട് സുതാര്യമായി നടത്തണം. ഇത് ഏറ്റവും തട്ടിപ്പാണ് മിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പരിപാടിയാണ്. അത് ആദ്യമായിട്ട് കേരളത്തിൽ ചെയ്യേണ്ട സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ് ഈ സംസ്ഥാന ഭാഗ്യക്കുറി. അത് സുതാര്യമാകണമെങ്കിൽ ആ മിഷൻ സംവിധാനം മാറ്റിയേ പറ്റൂ. പണ്ട് കാലത്ത് നടക്കുന്ന 5, 6, 7 ആൾക്കാർ ഈ ബസ്സിൽ നിൽക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നല്ലോ. അവരുടെ മുമ്പിൽ ഓരോ ബോർഡ് വെക്കുക, അതിനകത്ത് നമ്പർ ഇട്ട് പെട്ടി വെക്കുക. അതിന് ഓരോരുത്തർക്ക് 1, 2, 3 എന്ന് പറയുമ്പോൾ ഇടത്തിന് വലത്തോട്ടോ അടുത്തോട്ടോ ഓരോ നമ്പർ എടുത്ത് മേശപ്പുറത്തോ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. സുതാര്യമായിട്ട് ജനങ്ങളെ പൈസ കാര്യമാകുന്ന പരിപാടി. ഇത് ഇപ്പം 1000, 100, 200, 500 ഇത് മാത്രം ഇപ്പൊ എല്ലാ സ്ഥലത്തും അടിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ധനകാര്യ വകുപ്പ് കൈകാര്യം ശ്രദ്ധിക്കുക. പിന്നെ BT ബലറാമായിരിക്കും എക്സൈസ് മന്ത്രി തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സതീശനെ സംബന്ധിച്ച് ഇപ്പൊ അയാൾ പറഞ്ഞ 2 വാക്ക് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. കാറ് സാമ്പത്തിക അങ്ങേ അറ്റം ഇതായിട്ടുള്ളത്. ഇപ്പൊ കാറ് വാങ്ങിക്കുന്നില്ല, ഈ എസ്കോർട്ട് വളരെയേറെ കുറക്കും. അതൊക്കെ വളരെ നല്ല കാര്യം. ഇതൊക്കെ ചെയ്തു വരണം. ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകണം. നാട്ടിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇപ്പോ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് വലിയ ഒന്നും ചെയ്യാനില്ല, എന്നാലും പറ്റുന്ന രീതിക്ക്. അതുപോലെ ഈ പൊതുജനങ്ങളെ ഈ പെൻഷൻ ഏറ്റവും നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ക്ഷേമ പെൻഷനാണ്. അത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അത് 3000 തന്നെ ആയി കൊടുക്കണം. ഓക്കെ, കുറെ നേരം ശ്രീ രതീഷാണ് ചേർത്തലയിൽ നിന്നാണ്. ശ്രീ രതീഷ്, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏത് തരത്തിലേക്കുള്ള ഒരു പ്രയോറിറ്റി ആവണം നൽകേണ്ടത്? താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സാറേ, ഞാനിപ്പോ മന്ത്രിസഭാ രൂപീകരണം മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതാകുന്നില്ല. കാരണം അവരുടെ കോൺഗ്രസ്സുകാര് ഭരണത്തിൽ അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്തു. അവർ വലിയ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. നമ്മുടെ സതീശൻ സാറ് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെക്കുന്നത് തന്നെ അദ്ദേഹം ജാതി മത ചിന്തകൾക്ക് അപ്പുറമായിട്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചു. അതുകൊണ്ടാണ് ഇനിയും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു സമുദായ നേതാവിന്റെയും ഒരു ജാതി നേതാവിന്റെയും വീടുകളിലും ഓഫീസുകളിലും പോകാതെ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം തുടർന്നാൽ അദ്ദേഹത്തിന്റെ ചെറിയ പോരായ്മകൾ ജനങ്ങൾ ക്ഷമിക്കുകയും അദ്ദേഹത്തിന് തുടർഭരണങ്ങൾ, അതായത് ഇനിയൊരു 100 വർഷം അദ്ദേഹം ഭരിക്കാനുള്ള അവസരമുണ്ടായ ജനങ്ങൾ അതിന്റെ കൂടെ നിൽക്കും. ബാക്കി കാര്യങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം പോവുക. ഈ പറയുന്ന ഒരു കാര്യം നോക്കുക, ഒരു സമുദായത്തിന്റെയും ഒരു ജാതിയുടെയും പുറകെ പോകാതെ എല്ലാവരെയും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് ഇത് കേരളമാണെന്നും ജാതിക്കും മതത്തിനും അപ്പുറത്താണ്, ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രമാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അദ്ദേഹം ഈ ഒരു നിലപാടിൽ തന്നെ തുടർന്നു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. വേറെ ഒരു കാര്യവും എനിക്ക് പറയാനില്ല സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, എന്തായാലും താങ്കളുടെ പാർട്ടി അല്പം വൈകിയെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒരു തലമുറ മാറ്റം കൂടി ഉണ്ട്. പ്രവർത്തന ശൈലിയിലൊക്കെ പഴയകാല നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാണ് വി ഡി സതീശൻ. ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണം, ഏത് തരത്തിലെ ഒരു മന്ത്രിസഭ രൂപീകരിക്കണം എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ കൂടി ആഗ്രഹം? ടീം UDF തുടങ്ങി വെച്ചതും ആ രീതിയിൽ ടീം UDF. അവിടെ കോൺഗ്രസ്, ലീഗ്, അതേപോലെ കേരള കോൺഗ്രസ് എന്നൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉള്ള ഒരു മന്ത്രിസഭയാണ് നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. ആ രീതിയിലൊക്കെ കൊണ്ട് പുതുമുഖങ്ങളെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല മന്ത്രിസഭ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാവണം. സമ്മർദ്ദങ്ങളില്ലാതെ, അതേപോലെ മറ്റ് യാതൊരു ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ നന്നായി ഭരിക്കാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ചൊരു വിഷനും
അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. കേരളം ഏതെല്ലാം നിലയിൽ, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തരത്തിൽ നീങ്ങിയാലാണ് ഒരു നല്ല ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിൽ കാണുന്നു. ആ രീതിയിലേക്ക് ഈ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോകണം. ഞാൻ മനസ്സിലാക്കിയെടുത്തിരോളം പഴയ താപ്പാനകളൊന്നുമില്ലാതെ, പഴയ തലമുറയിലുള്ള ആ ഒരു പഴയ ആ രീതികളൊന്നുമില്ലാതെ പുതുതലമുറയിലെ തരത്തിൽ എല്ലാം നല്ല രീതിയിൽ കാണുവാനുള്ള നല്ല വിഷനുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായി വരികയാണെങ്കിൽ, സഹമന്ത്രിമാരായി വരികയാണെങ്കിൽ തീർച്ചയായും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ, ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് കൊണ്ട് പറയുന്നു, കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാകും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്റെ പാർട്ടി മുസ്ലിം ലീഗാണ്. പിന്നെ നിങ്ങൾ വിചാരിച്ച കോൺഗ്രസ് അല്ല, എന്റെ പാർട്ടി മുസ്ലിം ലീഗാണ്. ഞാൻ ശരി ശ്രീ റഷീദ്, ക്ഷമിക്കണം, ഞാൻ താങ്കൾ സാധാരണ ഇതിലിങ്ങനെ കോൺഗ്രസിന് വേണ്ടി വീറോടുകൂടി വാദിക്കുന്നത് കൊണ്ട് ഞാൻ താങ്കൾ കോൺഗ്രസ്സുകാരനാണ് ധരിച്ചാണ്. ക്ഷമിക്കണം, ലീഗിന്റെ പ്രവർത്തകർ എന്നതിനെ തിരുത്തി പറയുന്നു, പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും, അതായത് അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഉള്ള കുഞ്ഞാലിക്കുട്ടിയും പുതിയ കാഴ്ചപ്പാടുള്ള രമേശനും ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മന്ത്രിമാരാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ചിത്രം മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചാൽ ആദ്യം തന്നെ പറഞ്ഞത് വർഗീയ ശക്തികൾക്ക് ഇടം നൽകില്ല, വർഗീയമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന ഒരു സംസാരം തന്നെ കേരള ഏത് നിലയിലേക്കാണ് കൊണ്ടുപോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പരിവാരങ്ങൾ വേണ്ട, എക്സ്പോർട്ടായും അതേപോലെ തന്നെ പൈലറ്റായും ഒരു വാഹനം മതി, എന്തിനെനിക്ക് ഈ ആർഭാടങ്ങളൊക്കെ, എന്തിനാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പോലീസിന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വളരെ നന്നായി പഠിച്ചാളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ജനം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രീ മുരളീധരനാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുരളീധരൻ, താങ്കൾ ഏത് തരത്തിലേക്കുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിൽ വി.ഡി. സതീശനൊപ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സർ, ഞാൻ എന്റെ അഭിപ്രായം പറയണത് മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ളതിന് പകരം മന്ത്രിസഭ എങ്ങനെയൊക്കെ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് എന്റെ ഒരു പോക്ക്. ഇതിലിപ്പോ പലരും പല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ 2 ക്രിസ്ത്യാനികളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആണെന്നാണോ? നമ്മൾ ജനാധിപത്യത്തിന്റെ രീതി തന്നെ കാണണം. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവിനെ ഒന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ സതീശൻ മന്ത്രി ഇപ്പൊ പറയുന്നതായിട്ട് കേട്ട കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ബംഗാളിനെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചല്ലോ. അപ്പോ അവര് മര്യാദയ്ക്ക് നിന്നാൽ അവർക്ക് കൊള്ളാം, നാടിനും കൊള്ളാം. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കരുണാകരനാണ് മാളയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കരുണാകരൻ, ശരി, എന്തായാലും മാള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു അഭിലാഷ് കരുണാകരന്റെ സ്ഥലം പുളിപ്പറമ്പ്. ഓക്കെ, അവിടെ തന്നെയാണ് വീട് അല്ലേ? തന്നെ വീട് ഇവിടെ തന്നെ. സാറേ, ഞാൻ വി.ഡി. സതീശൻ ഓക്കെ ശരി, എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ബസ്സിൽ കയറാൻ പറ്റില്ലേ? നമ്മൾ ഈ പാവപ്പെട്ട ഗവൺമെന്റിന് എങ്ങനെ നടക്കും സാറേ? ഈ ഗവൺമെന്റിന് നടത്താൻ പറ്റുമോ വേല മുഴുവനും? നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ഇനി നടത്താൻ പറ്റുമല്ലോ എന്ന് അവര് നടത്തുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം. അല്ലാതെ നമുക്ക് നടത്താൻ പറ്റുമോ എന്നൊക്കെ പറയാൻ കഴിയും. നടക്കൂല സാറേ, പൂച്ച പെറ്റി കിടക്കൊണ്ട് ഇതാണ്. ഞാൻ പാളയം മാർക്കറ്റില്ലേ, കോഴിക്കോട് പാളയം മാർക്കറ്റില്ലേ? ഹലോ, അല്ല, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് അങ്ങനെ ഒരു തീരുമാനം അവർ നടപ്പാക്കുന്നതിന് തടസ്സം എന്താണ്? 100 കോടി രൂപ കൊടുത്തിട്ട് പാളയം മാർക്കറ്റില്ലേ ചോർന്നൊലിക്കാണ്. 100 കോടി രൂപ മുതൽ പാളയം മാർക്കറ്റ്. അല്ല, അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? തല വെച്ച് കൊടുക്കും. അതും ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതായിട്ട് എന്താണ് ബന്ധം? അത് കണ്ടു വെക്കുവോ മെമ്പർമാരും ഈ വന്ന ആളെ വന്നാലും ആര് വന്നാലും ഇതൊക്കെ ചോർച്ച തന്നെ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഓട്ടടയ്ക്കാൻ പറ്റൂല. ശരി, ശ്രീ കരുണാകരൻ, നമ്മുടെ വിഷയം അതല്ല. ശ്രീ ഡേവിഡ് വിജയ് ആണ്, ജാംനഗറിൽ നിന്നാണ് വിളിക്കുന്നത്. പള്ളുരുത്തിക്കാരനായ ഡേവിഡ് വിജയ് ഇപ്പോൾ ജാംനഗറിലാണ്. താങ്കൾ പറഞ്ഞോളൂ.
സതീശനെ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ നിലപാടും ഇന്ന് അദ്ദേഹത്തിന്റെ വളരെ വിനയാന്വിതമായിട്ട് ഞാനിക്ക് ശേഷം ലോകാവസാനം എന്നുള്ള രീതിയിൽ സംസാരിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട്. അതുകൊണ്ട് വളരെ നായനാരിയിരിക്കുന്ന ആ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തും സർവ്വസമ്മതനായിട്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് കളയാതിരുന്നാൽ മതി. പിന്നെ സാമ്പത്തികമായിട്ട് നേരത്തെ ഒരു ചങ്ങായി പറഞ്ഞു കൂട്ട് രാജ്യം വളരെ നമ്മുടെ സംസ്ഥാനം വളരെ കേന്ദ്രത്തിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. എത്രയായാലും അവരുടെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് അല്ലേ, അല്ലാതെ യുപിയിലെ പോലെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഒന്നും അല്ലല്ലോ. അതനുസരിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. പിന്നെ ഒരാൾ പറഞ്ഞത് വളരെ മോശമായിപ്പോയി, വർഗീയതയില് ഞങ്ങൾക്ക് 2 ആൾ വേണം, മറ്റവന് 2 ആൾ വേണം ഒക്കെ പറഞ്ഞുകൊണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.